ഞാനിന്ന് ഒരു ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മയോണീസ്, ചിക്കൻ, ക്യാരറ്റ്, മല്ലിയില ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ്. ഇത് ഭയങ്കര സംഭവമാണ്, നല്ല അടിപൊളി സാധനം. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് അര കിലോ ബിരിയാണി അരി, അതായത് നേരിയരി, ബിരിയാണി വെക്കുന്ന നേരിയരി, 1 കപ്പ് ചോറ്. ഇത് മിക്സിൻ്റെ ജാറിലിട്ട് 1 കപ്പ് ചോറ് ഇതായിരുന്നു. അരമുറി തേങ്ങ, ഇത്ര ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാൻ അധികം കല്ലുപ്പാണ് യൂസ് ചെയ്യാറ്, അപ്പോൾ കല്ലുപ്പാണ് ഇടുന്നത്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. ഞാൻ നേരിയരി അരച്ച് ഇതുപോലത്തെ ഒരു കുടൻ ചെമ്പിലാണ് വയ്ക്കുന്നത്. കാരണം ഇത് ഈസ്റ്റ് ഇട്ടത് കാരണം ഇത് പൊന്തി വരും കുറച്ച്. അപ്പോൾ നേരിയരി കുറച്ച് 1/2 കിലോ നേരിയരി 1 മണിക്കൂർ മുമ്പേ കുതിർത്തി വെക്കണം. അതിന് ശേഷമാണ് അരക്കേണ്ടത്. അപ്പോൾ അരച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ വെക്കണം. എന്നിട്ട് പൊന്തിയതിന് ശേഷമേ ചൂടാൻ പറ്റുള്ളൂ. ദോശ നമ്മൾ നേരത്തെ അരച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച സാധനമാണ് ഇത്. മാവ് ഇത് ഇത്രയും ലൂസിലാണ് നമ്മൾ ആക്കേണ്ടത്. ഇതിനി അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. മയോണീസ്, പിന്നെ കുറച്ച് മല്ലിയില. മയോണീസ് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. 4 മുട്ട വെച്ചിട്ട് 4 മുട്ടക്കുള്ളതാണ് ഉണ്ടാക്കിയത്. മുട്ടൻ്റെ മയോണീസാണ്. പിന്നെ അത് നിങ്ങൾക്ക് എല്ലാവരും മയോണീസ് ഇന്ന് ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ട്. അത് ഞാൻ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കല്. പിന്നെ ഇത് 4 പീസ് ചെറിയ പീസ് ചിക്കനാണ്. ഇത് പൊരിച്ചിട്ട് ഇതിങ്ങനെ പറിച്ചെടുത്തതാണ്. 4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തത്, 1 പിടി മല്ലിയിലയും ഇത് ചെറുതായിട്ട് അരിഞ്ഞത്. എല്ലാം കൂടി മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാം വരണം ഈ ദോശയിൽ. അതേ രീതിയിൽ മിക്സ് ചെയ്യുക. എന്നാണ് ഓട് വെച്ച് ചൂടായ തവയിൽ ദോശ വെച്ച് അടച്ചു വെക്കാം. അടുത്ത ദോശയിൽ ഇതാ മയോണീസ് ഇടുക. കുറച്ചിങ്ങനെ പുരട്ടിയതിന് ശേഷം മയോണീസ് പുരട്ടിയതിന് ശേഷം ഇത് ഈ നമ്മൾ മിക്സ് ചെയ്ത സാധനം ഉണ്ടല്ലോ, ചിക്കനും ക്യാരറ്റും മല്ലിയിലയും കൂടെ, അത് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ ദോശ റെഡിയായി. ഇതിന് സുന്ദരി അപ്പം എന്ന് പറയും, മയോണീസ് ദോശ എന്ന് പറയും. അങ്ങനെ മുഴുവനും ചുട്ട് ഇതേപോലെ റെഡിയാക്കി വെക്കാം. ഇത് 1/2 കിലോൻ്റെ അളവിലുള്ള റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വേണമെന്ന്.